ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നാൾ വലിയ സന്തോഷത്തുള്ളെങ്കത്തെ ടൈമുൽ സയ്യിദത്തുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ അസ്സിദ്ദീഖ റളിയല്ലാഹു അൻഹ ആ ഉമ്മ ചൊല്ല് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നക്കുന്നു ദുആർക്കുറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വലിയ സന്തോഷത്തിലുള്ള ടൈമുൽ ചൊല്ലു ആ ടൈം ഉപയോഗപ്പെടുത്തരു നക്ക് ദുആർക്കുറു ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ദുആ അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ മാ ഖദ്ദമത് വമാ അഖറത് നന്റെ ആയിഷക്ക് നീ പുറത്തു കൊടുക്കണം ആയിഷ രഹസ്യമായി പരസ്യമായി അങ്ങനെ ആക്കി എന്തെല്ലാം തപ്പുണ്ട അതെല്ലാം നീ പുറത്തു കൊടുക്കണം ചെന്നപ്പോ വല്ലാത്ത സന്തോഷിച്ച ആയിഷ റളിയല്ലാഹു അൻഹ ലോകത്തെ ഏറ്റവും ബുദ്ധിമതിയായ പെണ്ണാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇസ്ലാം ഏറ്റവും വലിയ കടപ്പാട് നമുക്കെല്ലാം ആരൊട്ടിയാണ്ട് കേട്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടിയാണ് ആ ഉമ്മക്ക് വലിയ സന്തോഷമായിട്ട് ചിരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മടിക്കുമ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുത് അയസുറുക്കി ദുആയി നന്റെ ദുആ നിക്ക് വലിയ കൊസിയാവുടാ ഒരു ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ വേണൂന്ന് ചൊല്ലതിരെ ഏറ്റവും വലിയ ഒരു മെസ്സേജാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തന്നോണ്ടുള്ളേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ വഫാത്തായിട്ടുണ്ട് കേട്ടെങ്കിൽ മക്കത്തെ പള്ളിയില അല്ലെങ്കിൽ മദീനത്തെ പള്ളിയിലല്ല സ്വന്തം പെഞ്ഞായിരം മടിയിൽ കിടന്നിട്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിടെ ഭാര്യ ഭർത്താക്കന്മാർ ഗലാട്ടാക്കടങ്കത്തെ ആൾമാരുള്ളാറ് 40 വർഷം 45 വർഷം കഴിഞ്ഞെങ്കിൽ പിന്നെ ഭാര്യക്ക് ഒരു റൂമോ ഭർത്താവുക്ക് ഒരു റൂമോ പിന്നെ അങ്ങ് നോക്കിയാൽ ഗലാട്ടാക്കിക്കൊണ്ടിരിക്കടേ ഇത് കണ്ടിട്ട് ഔത്തുള്ള മക്കബടിക്കടേ ഇതൊന്നും ഇസ്ലാമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർന്നപ്പ സ്വന്തം പെഞ്ഞായിക വലിയ കുസിയാവുടു കേക്കിട് അയസുറുക്കി ദുആയി നന്റെ ദുആ നിക്ക് വലിയ കുസിയാവുടാ പിന്നെ നക്ക് കുസിയാവാണ്ടിക്കുക ആ സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നൊരു മറുപടി ഉണ്ട് ഇന്നഹാ ലദഅവതി ലിഉമ്മതി ഫീ കുല്ലി സ്വലാ ഇത് നന്റെ ആയിഷക്ക് വേനായിട്ട് മാത്രമുള്ള ദുആയല്ല നന്റെ സമൂഹത്തിന് നന്റെ എല്ലാ നിസ്കാരത്തിലും ഞാൻ ദുആർക്കടങ്കത്തെ ദുആയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹാക്ക് ഒട്ടിക്ക് മാത്രമല്ല ബിർസ ഐമക മാത്ര ദുആയല്ല എല്ലാ നിസ്കാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വേനായിട്ട് ദുആർന്നോണ്ടിന്ത് അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയോണ്ടുള്ള ലോകത്ത് വിജയിക്കുള്ള ഏറ്റവും വലിയ തെറു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതാണ് പലപ്പോഴും ചില ആൾമാർക്ക് സുബൈക്ക് എനിക്കുകാവില്ല അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചെങ്കത്തൊരു നേതാവു സുബൈക്കെഞ്ചിട്ട് ജൻറക്കാത്ത് നിസ്കരിച്ചിട്ടൊരു സലാം മദീനത്ത് കടത്തവു പലപ്പോഴും ഞങ്ങളെ കുറെ ആൾമാർക്കാവില്ല ഇത് വലിയ മുസീബത്താണ് അള്ളാഹു ഞങ്ങളെ നന്നാക്കിത്തെരുമാറാവട്ട് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചെങ്കിൽ പിന്നൊരു നിസ്കാരവും കൂടലെ ആ നേതാവ് സലാം ചൊല്ലുള്ള ഒരു അവസരവും ഞാൻ ഒഴിവാക്കലെ നന്റെ കൽബുൽ വല്ലാത്ത സ്നേഹം പറഞ്ഞു ചിലപ്പോ ഞങ്ങൾ ചെല്ല സുബൈക്ക് നക്ക് ഷർത്താവൂല്ലേ നല്ല ചളി ഉണ്ടുണ്ടായെങ്കിൽ സുബൈക്ക് നക്ക് ഷർത്താവൂല്ലേന്ന് ചെല്ല ചിലപ്പോ ചില ആൾമാർ ചെല്ലാറ് ഏത് അൽറം വെച്ചെങ്കും നക്കൊന്താവൂല്ലേ നീന് ബോംബിട്ടെങ്കും നക്കൊന്താവല്ലേ സുബൈക്ക് നക്കൊന്ന് എനിക്കുകാവൂല്ലേ അതേ സമയത്ത് ഓണു ഓന്റെ വേറൊരു ചങ്ങായുള്ള അവൻ ചെല്ല നാളെ എയർപോർട്ട് പോണുകൊണ്ടു 3 ഗಂಟೆಗೆ നീ ഒന്ന് പറഞ്ഞു ചെന്നെങ്കിൽ റെഡി അവൻ ചെല്ല ഓ ഞാൻ റെഡി വേണ്ടേ ഒരു മിസ് കാൾ അടിച്ചെങ്ങ അവിടെ പിന്നെ അൽറാമിടെ കത്തിയില്ലേ അവിടെ പിന്നെ ബോംബിടെ കത്തിയില്ലേ ആ സമയത്തെനിക്ക് ഓടുകാവൂടു ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണായത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇൻ തസ്അലൂനി അൻ ഹബീബി വസയ്യിദി ഫതാഹാ റസൂലുള്ളാഹി മൽ ഗൈറു മാ വമാ നന്റെ നേതാവാർ നന്റെ ഹബീബാറുണ്ട് നിങ്ങൾ കേട്ടാറുണ്ടായെങ്കിൽ നക്ക് സ്നേഹിക്കുള്ള ഒരു നേതാവിടെ മാത്രമാണ് അത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഉതിഖ സൽമാനുൻ ബിശൗഖി ഹബീബിനാ വലാ തതനാഹാ ലൗ മലഅതുൽ മുജല്ലദ സൽമാൻ റളിയല്ലാഹു അൻഹുടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹം കൊണ്ട് വലിയ മഹത്വം കിട്ടിയ ആളാണ് വലാ തതനാഹാ ലൗ മലഅതുൽ മുജല്ലദ ഞാൻ എത്ര പാർട്ട് ചെന്നെങ്കും അന്ത്യനാൾ വരെ സംസാരിച്ചെങ്കും അന്ത്യനാൾ വരെ എഴുതിയെങ്കും എത്ര കാണ്ട ഞാൻ എഴുതിയെങ്കും ഈ നേതാവുടെ മഹത്വം ചൊന്നു തീർക്കൂ സാധ്യയില്ല അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തിയോണ്ടുള്ള ഞങ്ങൾ ഏറ്റവും സ്നേഹിച്ച നേതാവുടെ ഞങ്ങൾ സ്നേഹിക്കണു ആ സ്നേഹം എപ്പോഴെങ്കിലും ഒരു ബുർദാ മജ്ലിസിൽ കൂടിയത് കൊണ്ടായില്ലേ എപ്പോഴെങ്കിലും 4 സ്വലാത്ത് ചൊന്നത് കൊണ്ടായില്ലേ കൂടെ സദസ്സിൽ നല്ല പിന്നെ ബുർദ കേൾക്കുമ്പോ ആവേശം
ഓർക്കമുണ്ടായത് കൊണ്ടായില്ല. പിന്നെ എങ്ങനെയാണ് മഹബ്ബത്ത്? ഇത്തിബാഉൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് ജീവിതത്തിൽ അനുസരിക്കടെ. അത് ഓരോ പെണ്ണുകും ഓരോ ആണുകും ബാധകമാണ്. ഞാൻ യാറെ നീട്ടിയോണ്ട് കൊണ്ടുള്ള ചൊന്നു വന്നത് മുഹബ്ബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഞങ്ങളെ ഖൽബ് ഉണ്ടാവുകയായിട്ടാണ് ഈ സദസ്സ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദർസ് വാർഷിക നടത്തുമ്പോ വർഷത്തെ അവസാനം ഈ നല്ല മജ്ലിസ്, ഈ റായത്തുള്ള ധാരാളം പെണ്ണിങ് വന്നിറാറ്. പുറത്തെ ശക്തിനഗരത്തെ, ബദരിയത്തെ, അതുപോലെ കൽദൊട്ടിരെ കൂടെ എല്ലാം ആൾമാരെ നിങ്ങൾ വിളിച്ചിട. ധാരാളം മോമിനീങ്ങ വന്നിറാറ്, മോമിനാത്തുങ്ങ വന്നിറാറ്. എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിട്ടാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ നേതാവുടൊട്ടിക ഒരു മഹബ്ബത്തുണ്ടാവുക നമുക്കാവണം. ഞങ്ങളെ ചെറിയ മക്ക, അവിടെ എത്ര മക്കാണ് അൽഹംദുലില്ലാ, 100 മക്കയ്ക്കുവാർ, ചെറിയ ചെറിയ മക്ക. അള്ളാഹു അങ്ങളെയും ഞങ്ങളെയും കൽബുൽ ആ മഹബ്ബത്തിട്ട് തന്ന് അനുഗ്രഹിക്കുമാറാവട്ട്. സ്വഹാബി ഉമ്മമാർ അങ്ങ് മക്കളൊട്ടിക വന്ന് കേട്ടോണ്ടിന് എന്തിനെ കൊണ്ടുണ്ടാ? നീ നബിത്തങ്ങളെ കാണാണ്ട് എത്ര നാളായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടില്ലെങ്കിൽ, കോണ്ടാക്ട് വെച്ചില്ലെങ്കിൽ ഞാൻ ചെറുതാവിടെ, ഞാൻ ദൂരെ പോണ്ടേ, ഞാൻ സ്വർഗത്തെ മുട്ട എത്തില്ലേ. അതുകൊണ്ട് സയ്യിദുനാ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ചെണ്ട സ്വഹാബി വിശദീകരിക്കരുത്. ഞാൻ ഒരു നാൾ ഔത്തു പോയപ്പോ എൻ്റെ ഉമ്മ കേടുത്ത് മതാ അഹദുക ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാണ്ട് എത്ര ടൈമായിട്ട്? കുറച്ച് ടൈമായിട്ട് ഉമ്മ, ഞാൻ കണ്ടിട്ടില്ല, കൊറിയ നാളായിട്ട്. ഉമ്മ ജോറാക്കിയിട്ട് ഉമ്മ എന്നെ പറഞ്ഞിട്ട്, പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞങ്ങളെ മക്കളെ കൽബുകു ആദ്യമായി ഞങ്ങൾ ഇട്ടുകൊടുക്കണായത് അവ്വലു വാജിബിൻ അലൽ ആബായി, പേരൻസ് ആദ്യമായ കഡ്ഡായം എന്തിനു കേട്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ ഞങ്ങളെ കൽബിൽ ഇട്ടുകൊടുക്കണു. നിന്റെ ഉമ്മ നിന്നെ പറഞ്ഞിട്ട് ജോറാക്കിയിട്ട് ഔത്തുകു പത്തൗതിറ വേഗ പോണു. മദീനത്തെ പള്ളിക്ക് പോയിട്ട് ആ നേതാവുടെ മുഖം ഒന്ന് കണ്ടു പറഞ്ഞു. അതേറ്റവും സൗന്ദര്യമുള്ള മുഖാണ്. അത് കണ്ട ഉണക്ക് ലോകത്ത് വേറൊന്നും വേണ്ട. നബിയെ, നിങ്ങളാട്ടി ചന്ത ഉള്ളെങ്കെത്ത ഒരാളെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയെ, ഒരു കണ്ണും കണ്ടിട്ടില്ല നബിയെ, നല്ല കണ്ണ് കണ്ടിട്ടില്ല. ഉണ്ണിമിടെ ചന്ദ്രനെ നോക്കിയിട്ട് സ്വഹാബിമാർ ചെന്നാറ്. ആ ചന്ദ്രനെ ഞാൻ നോക്കിയ, ഈ നേതാവിടെ നോക്കിയ, മാറി മാറി നോക്കിയ, പക്ഷേ ആ ഉണ്ണിമിടെ ചന്ദ്രയുടെ പോലും സോപാട്ട സൗന്ദര്യമുള്ളത് നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ പ്രിയപ്പെട്ട ബാലക്കാരൊട്ടിಗೆ, ബാലക്കർത്തിമാരൊട്ടിಗೆ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പ്രേമങ്ങൾ വഴിവിടറിക്കത്ത കാലത്താണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടുള്ള. ആണ് പെണ്ണ് സമ്പർക്കങ്ങൾ എങ്ങനെ ഇക്കൊണ്ടുകൊണ്ട് കൊന്തില്ല, അന്യ ആണുണ്ടില്ല, അന്യ പെണ്ണുണ്ടുള്ളെങ്കത്ത ബോധങ്ങളില്ല. ഇങ്ങനെയുള്ളെങ്കത്ത ആൾമാര കൽബുകു ഒരിക്കലും മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വണ്ടില്ല. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഈ കിടാവ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ മദീനത്തെ പള്ളിക്ക് പോണ്ടാട്ടി മുന്നോൾ ഉമ്മടൊട്ടിക്ക് ചെല്ല് ഞാൻ ഔത്തുക വണ്ടില്ലേ. നാം മദീനത്തെ പള്ളിക്ക് പോണ്ടേ, പോയിട്ട് നിങ്കും നക്കും മാപ്പ് കേക്കടെ ആരൊട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നിസ്കരിക്കട അവിടെ പിന്നെ വേണ്ടേ. അങ്ങനെ നേരെ പോണ്ടു മഗ്രിബ് നിസ്കരിക്കട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പോകുമ്പോ ഇയാളും മെല്ലെ ബാക്കിൽ പോണ്ടു. അത് ആരൻ കേക്കട്, അത് ഹുദൈഫാൻ ചെല്ല്. അപ്പമേ ദ്വാർക്കട് ഫറല്ലാഹു ലക വലി ഉമ്മി ചൊന്നിട്ടില്ലേ ഉമ്മക്ക് ദ്വാർക്കണു. നിക്കും നിന്റെ ഉമ്മകും അള്ളാഹു പുറത്തു തരട്ട് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സമ്പർക്ക വെക്കുനായ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മക്കത്തെ മദീനത്ത് സ്വഹാബത്ത് ഹിജറ പോയാർ. മക്കത്തെ പള്ളിയിൽ നിസ്കരിച്ചെങ്കിൽ 1 ലക്ഷം പ്രതിഫലം കിട്ടു. മദീനത്തെ പള്ളിയിൽ പോയെങ്കിൽ 1000. പക്ഷേ സ്വഹാബത്തൊന്നും മക്കത്ത് നിന്നില്ലല്ലേ. ഞാൻ പലപ്പോഴും മാറ്റനാക്കി, എന്തിനാണ് മക്കത്തിൽ നിക്കന്തല്ലേ, അവിടെ 1 ലക്ഷം കൂലിയും തല്ലേ, മദീനത്തിൽ 1000 അല്ലേ. അല്ലാഹു ബഹുമാനപ്പെട്ട സാലിഹ്യങ്ങൾ ഗുൽബർഗത്ത് പോകാനുള്ളതും വേഗം പോയോണ്ട് എല്ലാവർക്കും ഞാൻ ദ്വാരക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദ്വാരക്കണം. തങ്ങൾക്കും ഇവിടെ തങ്ങളെ വരുമാനിക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തിയ മക്കത്തെ പള്ളിയിൽ നിസ്കരിച്ചെങ്കിൽ 1 ലക്ഷം പ്രതിഫലമാണ്. മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചെങ്കിൽ 1000 പ്രതിഫലമാണ്. പക്ഷേ സ്വഹാബത്തെല്ലാവരും മക്ക വിട്ടു മദീനത്ത് പോയാറ്. തേനീച്ചയുടെ റാണിയുടെ ബാക്കിൽ പോകുമ്പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാക്കിൽ പോയാറ്. മക്കത്തുള്ള സമ്പത്ത് വിട്ടാറ്, അകവിട്ടാറ്, എല്ലാം വിട്ടാറ് മദീനത്ത് നേരെ പോയാറ്. എന്തേ? മദീനത്ത് പോയെങ്കിൽ
ನೀವೆಲ್ಲರೂ ಮದೀನತ್ತಿಗೆ ಬರ್ರು 1 ಲಕ್ಷ ಬಿಟ್ಟು 1000 ಮುಟ್ಟ ಬರ್ರು ನಿಂಗೆ നല്ല ಫ್ಲಾಟ್ ಕಟ್ಟಿ ತಂಡೆ ಅಂತ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നില്ലേ നിങ്ങ കൂടെ റിയൽ എസ്റ്റേറ്റ് ഉദ്യമാക്കാണ്ട് ചെന്നില്ലേ നിങ്ങളെ MLA ആക്കടെ MP ആക്കടെ ഒരു ഓഫറും ഇല്ല ഒന്നുമില്ല എല്ലാം വിട്ടുപോയാർ എന്തേ നമുക്കൊന്തുണ്ടു മുഹമ്മദ് മിഫ്താഹുൽ ഫുതുഹാത്തി സയ്യിദി വഖാതിമു സിൽകിർ റിസ്ൽ ഖത്മം മുഖദ്ദമ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എല്ലാ വിജയത്തെയും താക്കോലാറുണ്ട് കേട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അതുകൊണ്ടാണ് സ്വഹാബത്ത് മക്ക വിട്ടിട്ട് മദീനത്ത് പോയാറ് എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചാറ് സെയ്ദ് ഇബ്നു ഹാരിസാൻ ചൊല്ലെങ്കത്തെ ഒരാള് ചെറിയ പ്രായത്തിൽ മിസ്സൈത്ത് മക്കത്തിൽ ഖദീജ ബീവി കിട്ടിത്ത് ഖദീജ ബീവി നബി തങ്ങളെ കയ്യിൽ കൊടുത്തു ബാപ്പ എളാപ്പ എലവണു മൂത്തോണു എല്ലാവരും തേടിയ വന്നാറ് ഞങ്ങളെ സെയ്ദറൊന്ന് തരണു നബിയെ മക്കത്തിൽ ബാക്കിയായിട്ടല്ലേ സെയ്ദറെ ഞാൻ കെട്ടിവെച്ചിട്ടില്ലല്ലേ സെയ്ദ അവിടെ ഉണ്ടു വിളിച്ച പോറു ചെന്നപ്പ സെയ്ദിനെ മറുപടി എന്തിനു വന്നുണ്ട ലാ അഖ്താറു അലൈക അഹദൻ നബിയെ നണ്ടൊന്നു കടത്തിരുണ്ട നബിയെ നാണ് ബാപ്പടെ മുട്ടും പോണ്ടുല്ലേ ഞാൻ ഉമ്മടെ മുട്ടും പോണ്ടുല്ലേ ഞാൻ സഹോദരന്മാരെ മുട്ടും പോണ്ടുല്ലേ നക്ക് നീങ്ങമയ്യാവും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ അഖ്താറു അലൈക അഹദൻ നിങ്ങളെ മേൽ ഞാൻ ഒരാളെയും തെരഞ്ഞെടുക്കില്ല നബിയെ എങ്കിൽ ഈ നേതാവുടെ മുട്ട കിട്ടിയെങ്കത്തെ സ്നേഹത്തിലായിട്ടിക്കോ പെഞ്ഞായിമാരൊട്ടിಗೆ ചെന്തല്ലേ 2 തിങ്കൾ ആയിഷ ബീവി ചെന്ത് ഞങ്ങൾ ഔത്തുൽ അടുപ്പുക തീകത്തുവാട്ടിట్లాണ്ട് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ നന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തിൽ ചിലപ്പോൾ നിങ്ങൾ തിന്നർ ഐറ്റംസ് എടുത്തിരെങ്കിൽ പോണിഞ്ചിരാട്ടി മേൽ വരല്ലേ ഈ അടുത്ത് ഞാൻ ഒരു ഹോട്ടലിൽ പോയി നോക്കുമ്പോൾ കൊമ്പെന്ന് വെച്ച വലിയ തൗറാത്ത് പോലെ നക്കിയെ തല വെച്ചിട്ട് അതൊരു ഐറ്റംസ് ആണ് നബി തങ്ങളെ കാലത്ത് പോണിഞ്ചിക്കാലുണ്ടെങ്കിൽ പോണിഞ്ചി ലാക്ക് ഐറ്റംസ് സിക്കു ഞാൻ ചെന്ന നക്കിയതല്ല ആവലബ്ബ അത് ഓതും ടൈമില്ല അതുകൊണ്ട് നാണിത് ചിലപ്പോൾ ഓർഡർ ആക്കിയെങ്കിൽ എന്തെല്ലാം ചിലപ്പോൾ വന്നു പോകും ഞങ്ങൾ തിന്നിരുന്ന് നീനെ കൊമ്പാണ് അത്രയും ഐറ്റംസ് ആണ് പക്ഷേ അങ്ങളെ ടൈമുൾ അങ്ങളെ കാലത്തിൽ തിന്നോ ഇല്ലെങ്കിലും അങ്ങളെ മനസ്സുക്ക് നല്ല ഐശ്വര്യം മനസ്സ് നിറഞ്ഞിട്ടുണ്ടായെങ്കിൽ പള്ള നിറഞ്ഞില്ലെങ്കിലും തൊന്തരയില്ല ഇന്ന് ഞങ്ങൾക്ക് പള്ള നിറഞ്ഞുകൊണ്ടുണ്ടോ എത്രയാണ് തിന്നുറ റബ്ബെ സുബൈഡ് പിടിച്ച് മൊയ്ത്തോള 5 വക്ത് അധികൃതാണ്ടെങ്കിൽ 50 വക്ത് ഞങ്ങളെ തിന്നറ ഞങ്ങളെ ഔത്തിൽ എത്ര ഫ്രിഡ്ജ് ഉണ്ട് ചിലപ്പോൾ ചിലർ അഭിമാനത്തിൽ ചെല്ലാറ് ഞങ്ങളെ ഔത്തിൽ 3 ഫ്രിഡ്ജ് ഉണ്ട് ഞങ്ങളെ മിനി മാർക്കറ്റാണ് മീൻ മാർക്കറ്റാണ് ഇറച്ചി മാർക്കറ്റാണ് ഒരു തിങ്ങൾക്ക് മയ്യാവുന്നുണ്ടോ ഇനി ഒരു കൊറോണ 2 തിങ്കൾ വന്നെങ്കും ഞങ്ങൾക്കൊരു സമസ്യയുമില്ല അത്രയും തിന്നകൂ ഞങ്ങൾക്കുണ്ടോ ഞങ്ങളെ ബയർ മാത്രമാണെന്ന് പറഞ്ഞില്ലേ ഞങ്ങളെ മനസ്സ് നിറഞ്ഞിട്ടേ ഇല്ല ബയർ നിറഞ്ഞെങ്കിൽ താഴ്മാർക്ക് മനസ്സ് നിറയുക സാധ്യയില്ല മനസ്സ് നിറഞ്ഞെങ്കിൽ താഴ്മാർക്ക് ബയർ നിറഞ്ഞില്ലെങ്കിലും തൊന്തരയില്ല ആയിഷ റളിയല്ലാഹു അൻഹ ജന്തല്ലേ ഞങ്ങൾ ഔത്തുൽ 2 തിങ്കൾ അടുപ്പുക തീ കത്തുവാട്ടില്ലേ അപ്പൊ കേടുത്ത് ഉമ്മ നീ എന്തിനു തിണ്ടാറ് ആ സമയത്ത് അൽ അസ്വദാൻ ഞങ്ങൾ തിണ്ടത് തണ്ണി കുടിച്ച കാരക്ക തിണ്ട അത് മാത്രമാണ് അത്രയും കഷ്ടപ്പാടിന്ത് അങ്ങളൊട്ടിಗೆ ചെന്തല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങക്ക് വേണമെങ്കിൽ പോവാ നന്റെ വിട്ടു പോവാ നിങ്ങളെ ഞാൻ തലാക്ക് ചെല്ലേ നിങ്ങ പോറും ചെന്നപ്പ പോയില്ലല്ലേ അങ്ങ് പോയില്ല അങ്ങവിടെ മെയിൻ നിണ്ടാറ് സുബ്ഹാനല്ലാഹ് ചില ആൾമാർ ചൊല്ലത് ജയിലൂള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔത്തുൽ വലിയ പ്രയാസമുള്ള കന്യായിമാർക്ക് ബുദ്ധിമുട്ടാക്കി തിന്നു വിവരമില്ലാത്ത ആൾമാർ ചെല്ലുവാർ കുറെ ആൾമാരെ ജയിലിലിട്ടിട്ട് ജയിലിന്റെ വാർഡൻ ജയിലിന്റെ ബായിൽ തുറന്നിട്ടുള്ള പോറും പക്ഷേ ജയിൽ ബന്ദിയായ ആൾമാർ പോണ്ടുണ്ടായെങ്കിൽ ഈ ജയിലിന്റെ ഉൾക്ക യന്ത്രമാ ഉണ്ടു നിങ്ങൾ ഒരു സ്വർഗത്തിലും കിട്ടാത്തത് ഈ ജയിലിന്റെ ഉൾക്ക ഉണ്ടുണ്ടല്ല അതിനർത്ഥം അതുകൊണ്ടാണ് ഒരായിഷ ബീവിയും പോയില്ലേ ഒരു മൈമൂന ബീവിയും പോയില്ലേ ഒരു പെണ്ണും പോയില്ലേ കാരണം ലോകത്ത് നീ എന്ത്ര സ്വർഗം തന്നാരെങ്കിലും ഈ നേതാവുടെ മുട്ട കിട്ട സ്വർഗം അത് അതിരാട്യപ്പുറാണ് അതുകൊണ്ടാണ് നബിയെ നാളെ ഞാൻ സ്വർഗത്തുക്ക് പോയെങ്കും അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന നിങ്ങ ഇല്ലാത്ത സ്വർഗം നക്ക് വേണ്ട നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങ നക്ക് സ്വർഗത്തിൽ വേണു അതാണ് മഹാന്മാരായ സാലിഹീങ്ങളെല്ലാം ചൊന്നതാണ് നീട്ടി ഞാൻ എന്തും ചൊന്നുകൊണ്ടില്ല അത് ചൊല്ലെങ്ക് വിശാലമായ ലോകാണ് വലാ താതനാഹ ലൗ മലത്തുൽ മുജല്ലദ എത്ര ചൊന്നെങ്കും തീരാത്തെങ്കെത്ത മദ്ഹാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ ആജാമിഹാ തജ്മി നബി തങ്ങളെ കണക്ഷൻ നങ്കുണ്ട എങ്കിൽ ഏത് സിംഹ ഞങ്ങളെ എതിർക്ക് വന്നെങ്കും ഞങ്ങളെ തൊടകു സിംഹത്തുക്ക് സാധ്യയില്ല റായത്തുക്ക് വന്ന സിംഹത്തുക്ക് ചിലപ്പോൾ ധൈര്യക്കാലെ സിംഹത്തെ ഗൂഢമുട്ട പോയി നോക്കണം അതിന്റെ ധൈര്യം എത്രയാണ് അത് കുഞ്ഞു വെച്ചപ്പോൾ അതിന്റെ ധൈര്യം എത്രയാണ് ഒരു കോഴി അത് ഞങ്ങൾ പിടിക്കട പക്ഷേ കുഞ്ഞു വെച്ചപ്പോൾ കോഴിന് മുട്ട പോണക്ക് സാധ്യയില്ല ഞങ്ങൾക്ക് അത്ര ധീരത്തെയാണ് അത് എങ്കിൽ സിംഹം കുഞ്ഞു വെച്ചപ്പോൾ അതിന്റെ ധീരത്തെ എത്രയാണ് എങ്കിൽ നിങ്ങൾ നബി തങ്ങളെ ആളുണ്ടായെങ്കിൽ
സിംഹം കുഞ്ഞു വെച്ചപ്പതിരെ ഗൂഢ കാടമുട്ട നിങ്ങൾ പോയെങ്കും നിങ്ങൾ എന്തുമാക്കലെ ഈ ബുർദത്തെ ജരക്ക് വ്യാഖ്യാനം എഴുതിയ എല്ലാ ഇമാമിങ്ങൾ സയ്യിദുനാ സഫീന റളിയല്ലാഹു അൻഹു ചെറുടെ സ്വഹാബിയുടെ ಬಗ್ಗೆ ചെന്നാറ് അയാൾ ഒരു നാൾ യാത്ര പോകുമ്പോ തെറുതപ്പുമ്പോ തെറുകാട്ടാറ് ഒരു സിംഹം എതിരിൽ വന്നപ്പോ ചെന്ന് അന മൗലാ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ കുറെ ആൾമാർക്ക് സംശയ അങ്ങനെ ചെല്ലമാ സിംഹം എതിർ വന്നപ്പ നാണ് നബി തങ്ങൾ ആളും ചൊന്നിട്ട് എന്താണ് കാര്യം ഈ സ്വഹാബി വഹാബി അല്ലാത്തത് കൊണ്ടു ആ സ്വഹാബി ജന്തന മൗലാ റസൂലില്ലാ നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആളാണ് ചെന്നപ്പ സിംഹ ബീലാട്ടിയിട്ട് ഇയാൾ തെറുകാട്ടി കൊടുത്തു ഒമൻ തക്കും ബി റസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ ആജാമിഹാ തജ്മി ഏത് സിംഹവും നിങ്ങളെ തൊടുല്ലേ ഏത് സിംഹവും പ്രയാസപ്പെടുത്തില്ലേ അതാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളെ ഗഫലത്ത് തൊട്ട് പുറത്തു വന്നിട്ട് ഈ നേതാവുടെ മഹബത്ത് കാണ് ഞങ്ങൾ മുന്നിൽ പറഞ്ഞായേ അതുക്ക് വേനായിട്ടാണ് ഈ പ്രോഗ്രാം പ്രിയപ്പെട്ട മോമിനീങ്ങളെ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള അള്ളാഹു ഞങ്ങളെല്ലാം നന്നാക്കി തരുമാറാവട്ടെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് അള്ളാഹു ഞങ്ങളെ ഖൽബ് കയറ്റി തരുമാറാവട്ടെ ഞങ്ങൾക്കുള്ള ലക്ഷ്യം പ്രിയപ്പെട്ട മോമിനീങ്ങളെ ഒരു മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കട്ടെ ഒന്ന് ഞങ്ങൾ നന്നാവും ഈ സദസ്സുക്ക് ഞങ്ങൾ എന്തിക്ക് വന്നരാൻ ചൊന്നെങ്കിൽ പല വിഷയങ്ങളല്ലേ പല ദുനിയാവുടെ കാര്യങ്ങളെല്ലാം നങ്ങിക്കും അതെല്ലാം സൈഡിലേക്ക് അതേ സമയത്ത് നന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തിനാവണം ചൊന്നെങ്കിൽ നാണൊന്നു സമാവണം എന്നിട്ട് നന്റെ മക്ക സമാവും എപ്പോഴും ഞങ്ങളുടെ സമസ്യ എന്തിനും ചൊന്നെങ്കിൽ മക്ക സമയില്ലേ നാണും സമയില്ലേ ഫസ്റ്റ് ഞാൻ സമാവണു നന്റെ മക്ക സമാവണം നന്റെ മക്ക ലോകത്തെ ഏറ്റവും വലിയ സമ്പത്താണ് അങ്ങ് ബെടക്കായെങ്കിൽ റബ്ബേ ദുനിയാവിൽ നക്ക് എത്ര കോട്ടി ഇന്നിട്ടും കാര്യമില്ലേ അതുകൊണ്ട് ഈ സദസ്സിൽ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള കൂടെ വന്ന എല്ലാ ഉമ്മമാരൊട്ടിയെ എല്ലാ സഹോദരന്മാരൊട്ടിയെ ഞങ്ങൾക്കുള്ള ലക്ഷ്യം നാണ് നന്നാവും അതുകൊണ്ട് ഒരു വർഷ ടൈം 2 വർഷ ബുർദത്തുക്ക് മുന്നോളൂ ആ സമയത്ത് ഞങ്ങൾ ഉള്ളാമ ഇല്ലാമ പഠിച്ചോണ്ട് പോന്നു ഇന്നെങ്കും ഇല്ലെങ്കിലും ഒരു വർഷ ടൈം കൂടെ വന്നെങ്കിത്ത എല്ലാ ആൾമാരും ഒരു ഖത്മ ഓതുക സാധ്യവും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ സാധ്യം എന്തിനും കട തീറുകല്ല അവകെട്ടുകല്ല അതെല്ലാം ഔട്ട്ലങ്ങ് സൈഡില് എന്തിക്ക് ഖത്മ ഓതുരെ നാണ് സമാവൂ നന്റെ സ്വഭാവം സമാവൂ നാണ് ഗീബത്തിന് മീമത്തിന് തൊട്ട് ബച്ചാവൂ ആഖിർ സമാന്റെ ഫിത്ന നക്ക് ഇല്ലാണ്ടിക്കൂ ഹറാമടെ തൊട്ട് ഞാൻ ബച്ചാവൂ നിന്റെ മുട്ട ഇഷ്ടപ്പെട്ട ആളാവൂ റബ്ബേ ഫലസ്തു ഉബാലി മൻ റമാനി ബിരീബത്തിൻ ഇദാ കുന്തു ഇൻദല്ലാഹി ഗൈറ മരീബി ലോകത്ത് നന്റെ ആർ പറഞ്ഞെങ്കും ലോകത്ത് നന്റെ ആർ ആക്ഷേപിച്ചെങ്കും നക്ക് വിഷയമേ അല്ല നന്റെ റബ്ബ് നന്റെ ആക്ഷേപിക്കുക തീറ നന്റെ റബ്ബ് നന്നെ പറയുക തീറ അതുകൊണ്ട് നന്റെ ലക്ഷ്യം ഒന്നു മാത്രമാണ് നാണ് നന്നാവും പെഞ്ഞായി നന്നാവിടെ വിഷയമല്ല അത് അവൾ നോക്കിയോളൂ നന്റെ വിഷയം ഞാൻ ചൊന്നുകൊണ്ടുള്ളൂ ഒരു ഖത്തും എന്തിക്കും ചൊന്നെങ്കിൽ നാണ് സമാവുകവേനായിട്ടാണ് എന്നിട്ടോ നാണ് നന്നായിട്ട് നാണ് നിന്റെ ആളായിട്ട് നാളെ മരിക്കുമ്പോ മലക്കുങ്ങ ചെല്ലണം അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ നിങ്ങൾ പേടിക്കണ്ടാവാ നിങ്ങൾ ബേജാറാവണ്ട നിങ്ങൾക്ക് ഇതാ സ്വർഗ്ഗം റെഡി ആയിട്ടുണ്ട് മലായികത്തുങ്ങ ഞങ്ങളെ മുന്നിൽ വന്ന് ചെല്ലണം ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോ പെഞ്ഞായി ചൊല്ലു എന്തൊരു ബേജാർ റബ്ബേ ബിലാൽ തങ്ങൾക്ക് ബേജാറില്ല അയാൾ ചൊന്തു വാ ഫറഹാ ഗദൻ നൽഖൽ അഹിബ്ബ മുഹമ്മദൻ വഹിസ്ബ മാപ്പിള മരിക്കുമ്പോ പെഞ്ഞായി പുൽപുട്ടോണ്ടുണ്ടു മാപ്പിളക്ക് ബേജാറില്ല നബി തങ്ങൾക്ക് ബാങ്കൊടുത്തെങ്കത്തെ സ്വഹാബിയാണ് ബിലാൽ തങ്ങൾ ഷാമിലാണ് ഖബറുള്ളേ ആ മഹാൻ ചൊല്ലു വാ ഫറഹാ നക്കെന്തൊരു കൊസിയാണ് റബ്ബേ നക്കെന്തൊരു സന്തോഷം എന്റെ നാളെ എന്റെ ചങ്ങായിമാരെ കാണുക പോയോണ്ടുള്ളേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകൊണ്ട് ആ ലക്ഷ്യം മാത്രം ഒരു വർഷ ടൈമുണ്ട് ഒരു ഖത്തും ഞങ്ങൾ അത് കോതോണം ഒന്ന് നാണ് നന്നാവണം പിന്നെ അള്ളാഹു നക്ക് തന്നെങ്കത്തെ മക്ക ഉള്ള അങ്ങ് സമാവും ഞാൻ പണിയെടുക്കണു ഒരു 313 യാസീൻ അങ്ങ സമയില്ല ഇങ്ങ സമയില്ല എന്ന് ചൊന്നിട്ടു സുബൈക്കെഞ്ചവാടെ ചീല ഇട്ടോണ്ട് പോണ്ടാർ എവിടെ വേന് അയാളെ മുട്ട വൈത്ത് സമസ്യ പരിഹാരമാകുകയില്ലേ എപ്പല്ല നിങ്ങൾക്ക് സമസ്യ ഉണ്ടാ ആ സമയത്ത് ഞങ്ങളെ മുട്ട പരിഹാരവും ഇക്കട് അതേ സമയത്ത് ഞാൻ പണിയാക്കോ റെഡിയിക്കില്ലേ ഒരു 2 വട്ട അൽബക്കറ ഓതിത്ത് പിന്നെ അൽബക്കറ തന്നെ മൂല വെച്ചിട്ട് എന്തേ എന്റെ സമസ്യയല്ല പരിഹാരമായിട്ട് ഞാൻ എപ്പോഴും ദുനിയാവുകയായിട്ട് മാത്രം നടക്കണമെങ്കിൽ ആളാണ് അതുകൊണ്ട് ഒരാളെ മുട്ടും പോകണ്ട ഒരു പ്രയാസവും പെടണ്ട ഞാൻ ആക്കണക്കത്ത പണി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിൽ ഡെയിലി
ഒരു യാസീൻ ഓതാം 313 നാൾ ബദരീങ്ങളെ പേരിൽ ബദരീങ്ങളെ എണ്ണം പോലെ 313 നാൾ 313 യാസീൻ എൻ്റെ മക്ക നന്നാവുന്നതാണ് ഓതരാനുള്ള ഒരു പ്രതിജ്ഞ സാധ്യല്ലേ അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ ഞങ്ങളെ ബുർദ മജ്ലിസിലെ റിസൾട്ട് എന്തിനു കേട്ടെങ്കിൽ ഇതാണ് അല്ലാണ്ട് ഞങ്ങളുടെ പെരുകയില്ല പൈസ ആകുകയില്ല എന്തുമില്ല അതെല്ലാം അള്ളാഹു തആല ഞങ്ങൾക്ക് എളുപ്പമാക്കി തന്നറ ഈ റായത്തെ മുഅ്മിനീങ്ങൾ സഹായിച്ചിരാറ് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള അള്ളാഹു ഞങ്ങളെ സലാമത്താക്കി തരുമാറാവട്ടെ അൽഹംദുലില്ലാ